കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ആലുവ എന്ന സ്ഥലത്ത് ട്രെയിനിൽ നിന്നിറങ്ങി. അങ്ങനെ ഇതാ സ്റ്റെപ്പ് കയറി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു 9:30 മണിയായേ. അങ്ങനെ ഞങ്ങൾ ആലുവയിലെത്തി. അവിടെ നിന്ന് ബസ്സിൽ അവിടെ നാടകം അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതിനുള്ള നാടകം. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരുവൈരാണിക്കുളം ബസ്സിലാണ് കയറിയത്. ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ലേ? തിരുവൈരാണിക്കുളത്ത്. അങ്ങനെ ബസ്സിൽ കയറിയപ്പോൾ എൻ്റെ കൂട്ടുകാരെ, അടുത്തതാ കാഴ്ചകൾ. എന്ത് ഭംഗിയുള്ള ഭൂമിയാണല്ലേ നമ്മുടേത്. പക്ഷേ അതിനെ നശിപ്പിക്കുന്ന കുറേ പേര്. പിന്നെ എനിക്ക് ഇത്തിരി ഇരിക്കാനൊരു സീറ്റ് കിട്ടി. പക്ഷേ ആ ആൻറ്റി എൻ്റെ പെടലിക്കായിരുന്നു അവരുടെ വയറ് കൊണ്ട് വെച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഒട്ടും ഒന്ന് അനങ്ങാൻ പോലും പറ്റിയില്ല. അങ്ങനെ നമ്മൾ വെർച്വൽ ക്യൂവിൻ്റെ ടിക്കറ്റിൻ്റെ ഇത് വെരിഫിക്കേഷൻ ചെയ്തിട്ട് തിരുവൈരാണിക്കുളത്ത് എത്തി. കുറച്ച് യാത്ര ചെയ്തതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിനകത്തോട്ട് കയറുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. ഞാനങ്ങനെ വായി നോക്കിക്കൊണ്ട് നടക്കുകയാണ്. വായി നോക്കിയത് വേറെ ഒന്നുമല്ല, കമ്മൽ, മാല, വള, ഇതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. മധുര പലഹാരങ്ങളൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ ഈ വിഗ്രഹങ്ങൾ കണ്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളൊരെണ്ണം വാങ്ങിയായിരുന്നേ, ഒരു ബുദ്ധൻ്റെ. തിരുവൈരാണിക്കുളം അവിടെ ശിവൻ്റെയും നമ്മൾ ചെരുപ്പ് അവിടെ കൊടുക്കുക. ഒരു ചെരുപ്പ് കൊടുക്കാൻ 5 രൂപയാണ്. ഇതെല്ലാം അവിടെ കൊടുത്തു. ഇതാണ് മെക്സിക്കോൻ്റെ നമുക്ക് നടന്ന് നീങ്ങാനുള്ള ഇത് മുള കെട്ടിയ സ്ഥലത്തൂടെ നടന്ന് നീങ്ങണം. ഇത് നമ്മൾ ബുക്ക് ചെയ്തവരാണ് ഇങ്ങനെ നടന്നു പോകുന്നത്. അവർ ഒരുപാട് നേരം നിന്നു. നമുക്കിങ്ങനെ നടന്നു പോയി തൊഴാൻ പറ്റി. നമ്മളിങ്ങനെ അതിനകത്തൂടെ നടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ തന്നെ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്ക് കുറച്ച് ആളുകളെ കയറ്റി വിടുമ്പോൾ കുറച്ച് നേരം നിൽക്കേണ്ടി വരും. ഈ നടക്കുന്ന സമയത്ത് അവിടെ ബിസ്ക്കറ്റും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കഴിക്കാം. അപ്പുറത്ത് ഞാനിപ്പോൾ കാണിച്ചത് സാധാ ക്യൂവിൻ്റെ ഇതാണ്. അവിടെ അവർക്ക് അനങ്ങുന്നത് പോലുമില്ല. അവരങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇത്തിരി കയറ്റി വിടുന്നുണ്ട്. ഉച്ചയ്ക്ക് കുറച്ച് നേരത്തേക്ക് നട അടച്ചു വിടും. അതുകൊണ്ട് അങ്ങനെ കുറച്ച് ക്യൂവിൽ നിന്നുകൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അങ്ങനെ വളരെ നന്നായിട്ട് തന്നെ എനിക്ക് തൊഴാൻ പറ്റി. ആദ്യമായിട്ട് പോയതാണ്. ഈശ്വരൻ എന്നെ തുണച്ചു. ഞങ്ങളെ 3 പേരെ. എല്ലാവരും എൻ്റെ വീഡിയോ കാണണേ.